ഹലോ, രാധേ രാധേ, സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വീഡിയോൻ്റെ സ്റ്റാർട്ടപ്പ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അധികം നേരം വൈകാതെ വേഗം സ്റ്റാർട്ട് ചെയ്യുക നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ എന്തൊക്കെ ചടങ്ങുകളാണ് കേട്ടോ. ഞങ്ങൾ പെൺഭാഗത്തു നിന്നുള്ളതൊക്കെ കേട്ടോ. ഇപ്പോൾ നടക്കുന്നത് ഗഠബന്ധൻ എന്നാണ് കേട്ടോ. ഗഠബന്ധൻ എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ തുണിയും പിന്നെ കല്യാണ പെണ്ണിൻ്റെ തുണി രണ്ടും കൂടി ഒന്നിച്ച് ആക്കി കെട്ടുമ്പോൾ അതിനാണ് ഗഠബന്ധൻ എന്ന് പറയാം കേട്ടോ. തുണി കെട്ടുന്നതിനാണ് ഗഠബന്ധൻ എന്ന് പറയാം. भैया बस दीदी खड़े हो जाओ तो पकड़ लो थोड़ा सा पकड़ लो गठी वाला पकड़ കുറി തൊട്ട് കൊടുക്കാൻ കേട്ടോ. സംഭവം എന്താ പറയുക, ഇവിടെ നോർത്ത് ഇന്ത്യയിൽ മഞ്ഞപ്പൊടിയും പിന്നെ അരി വെച്ചിട്ടാണ് കേട്ടോ കുറി തൊട്ട് കൊടുക്കുക. അപ്പോൾ ഈ കുറി തൊടുന്ന ആൾ ഇവർ റിലേറ്റീവ്സ് ആണ് കേട്ടോ കല്യാണ ചെക്കൻ്റെ. ഇപ്പം നടക്കാൻ പോണ പരിപാടിക്ക് ലാവ പരസ്ന എന്നിട്ടോ പറയാ. ഈ ചെരവയിലുള്ളത് നെല്ലാണ് കേട്ടോ. अरे मित्र दूसरा मैं उसी को पकड़ा है ना मैं बोलो ये जवा है ഇതിന് ജവ പറയാട്ടോ. चावल के जो ആ ഇത് നെല്ലാണ് കേട്ടോ. ഈ ചെരവയിലുള്ളത് നെല്ലാണ്. ബ്രദറ് നെല്ല് കൈക്കിട്ട് കൊടുക്കും കേട്ടോ. കല്യാണ പെണ്ണിൻ്റെ കൈക്കിട്ട് കൊടുക്കും. പിന്നെ രണ്ടാളും കൂടി കല്യാണ പെണ്ണും കല്യാണ ചെക്കനും രണ്ടാളും കൂടി ആ നെല്ലിന് സംഭവം കയ്യിലേക്ക് ക്യാച്ച് ചെയ്യൂല, അത് താഴത്തേക്ക് ഇടാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ കിട്ടുന്ന നെല്ലൊക്കെ താഴെ ഇടും കേട്ടോ. कलावा हो അഞ്ച് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്യുക. अपनी बैटरी बिल्कुल चार्ज रहा धीमे से पुराने बुजुर्ग का होना भी बहुत जरूरी होता है. കുറച്ച് നെല്ല് ചിരവയിൽ ബാക്കി വെക്കും കേട്ടോ. എന്നിട്ട് കല്യാണ പെണ്ണിൻ്റെ കയ്യിൽ കുറച്ച് കൊടുത്തിട്ട് പിന്നെ റൗണ്ട് അടിച്ചിട്ട് ലാസ്റ്റ് ഉള്ള നെല്ല് ഒന്നായിട്ട് കല്യാണ പെണ്ണിൻ്റെ കയ്യിലിടും കേട്ടോ. എന്നിട്ട് ആ കല്യാണ പെണ്ണ് കല്യാണ ചെക്കൻ രണ്ടാളും കൂടി കിട്ടിയ നെല്ല് ഒന്നായിട്ട് താഴേക്ക് ഇടും കേട്ടോ. അങ്ങനെ ലാവ പരസ്ന ചടങ്ങ് കഴിഞ്ഞു കേട്ടോ. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മൈക്ക് എന്തോ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ വോയിസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് തരണം കേട്ടോ. പിന്നെ താഴെ വീണ നെല്ല് അമ്മിക്കല്ലുണ്ട്, രണ്ടാളും കൂടി ക്രഷ് ചെയ്യണം കേട്ടോ. കല്യാണപ്പെണ്ണ് കല്യാണ ചെക്കൻ്റെ നെഞ്ചിൽ കുറി തൊട്ട് കൊടുക്കുക കേട്ടോ. ഈ ചടങ്ങ് സംഭവം കല്യാണ ചെക്കൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ. സംഭവം ഈ കഴിഞ്ഞ ചേച്ചിൻ്റെ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊരു പുതിയൊരു ചടങ്ങായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം കാണുന്നത്. ഇത് നേരത്തെ ചെയ്ത ചടങ്ങിൻ്റെ നെല്ലാണ് കേട്ടോ. ഇതിന് ലാഭ എന്നാട്ടോ പറയുക. ഈ ലാഭ ചടങ്ങ് ബ്രദേഴ്സിന് മാത്രം കേട്ടോ ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ചെയ്യുന്ന ബ്രദറിന് സമ്മാനം കിട്ടും കേട്ടോ, ഗിഫ്റ്റ് കിട്ടും. സംഭവം അളിയൻ്റെ ഭാഗമായിട്ട്, സംഭവം സിസ്റ്ററിൻ്റെ ഭർത്താവിൻ്റെ ഭാഗമായിട്ട് സമ്മാനം കിട്ടും കേട്ടോ. അങ്ങനെ ഇവർക്ക് പൈസ, പിന്നെ ഡ്രസ്സ്, തേങ്ങ, പിന്നെ ബത്താസ ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയത്. ഈ മണ്ണിൻ്റെ പാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. സംഭവം മണ്ഡപ്പ് ഉണ്ടാക്കിയ ആ സമയം ഇത് ഉണ്ടാക്കിയതേന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗൗരിമാതാണ് കേട്ടോ, ഒരു ദേവിയാണ്. 5 കല്ല് കേട്ടോ പൂജിച്ചതാണ് ഈ 5 കല്ലിന്. ആ കല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ പൂജ ചെയ്യും കേട്ടോ ഈ കല്ലിന്. ഇനിയാണ് കേട്ടോ മെയിൻ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം കല്യാണത്തിൻ്റെ ചുറ്റലും പിന്നെ സിന്ദൂരം തൊട്ട് കൊടുക്കലും. സ്വദനം തദേവ താരാവലം ചന്ദ്രവലം തദേവ विद्याबलं देवी बलं तदेव लक्ष्मी वचेते भुविस्मरामि
लावस्ते साम जगत्ते साम ഇപ്പോൾ സാത് ഫേറ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ോ ഹൃദയസ്തോദനാർദ്ദനഃ വിശ്വേശ്വരം മാധിവം ദുംബി വന്ദേ കാശീസുവം ഗംഗാ ഭവാനി മണികർണിക. ऐसे अच्छा ऐसे हेलो राजा राम सरकार की. അങ്ങനെ 7 ചുറ്റിൽ കഴിഞ്ഞിട്ടോ. ഇനി അടുത്തത് നോക്കാം എന്താ സംഭവം കേട്ടോ. ഇപ്പോൾ നടക്കാൻ പോണ ചടങ്ങ് പാവ് പൂജൻ ആണ് കേട്ടോ. പാവ് പൂജൻ എന്ന് പറഞ്ഞാൽ കാല് പൂജിക്കുക. കല്യാണപ്പെണ്ണിന് കല്യാണ ചെക്കൻ്റെ കാല് പൂജിക്കുക കേട്ടോ. ഇതിനാണ് പാവ് പൂജൻ എന്ന് പറയാം. ഇവർ ഞങ്ങളെ ഭാഗത്തുനിന്ന് വന്ന പൂജാരിയാണ് കേട്ടോ. പിന്നെ ഇവർ കല്യാണ ചെക്കൻ്റെ ഭാഗത്തുനിന്ന് വന്ന പൂജാരിയാണ് കേട്ടോ. ഇവർ സംഭവം ഇപ്പം മന്ത്രം ചൊല്ലാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ബാക്കി മന്ത്രങ്ങൾ ചൊല്ലും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 ആൾ തമ്പുനയിൽ ഒന്നിച്ച് പിടിച്ചിട്ട് പിന്നെ ഈ പൂജാരി പറയുന്ന പോലെ ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ പാവ് പൂജൻ പരിപാടിയാണ് കേട്ടോ നടക്കാൻ പോണത്. പാവ് പൂജൻ പറഞ്ഞാൽ കാല് പൂജിക്കുക കേട്ടോ. ഹസ്ബൻഡും വൈഫ് 2 ആൾ ഒന്നിച്ച് കൂടെ ഈ ചടങ്ങ് ചെയ്യുകയാണെങ്കിൽ തലയിൽ ഇതേപോലെ റെഡ് ഷോള് എന്തെങ്കിലുമൊക്കെ വെക്കണം കേട്ടോ. 2 ആളും കൂടി സംഭവം ഗഡ്ബന്ധം ചെയ്തിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ അങ്ങനെ കേട്ടോ. എന്നിട്ട് പാവ പൂജൻ പരിപാടി ചെയ്യുക. കല്യാണ ചെക്കന് കല്യാണ പെണ്ണിനെ പൂജിക്കുക. വലിയ പ്ലേറ്റിലുള്ള വെള്ളം മഞ്ഞപ്പൊടി കലക്കിയ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ഫസ്റ്റ് തൊട്ടിട്ട് പിന്നെ കല്യാണ പെണ്ണിൻ്റെ കാലിലും കല്യാണ ചെക്കൻ്റെ കാലിൽ തൊട്ടിട്ട് പിന്നെ അങ്ങനെ നമ്മൾ തൊടണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പേര പൂജന ഉണ്ടാവുക. ഇത് 3 പ്രാവശ്യമാണ് ചെയ്യുക കേട്ടോ. 3 പ്രാവശ്യം ഹസ്ബൻഡ്, 3 പ്രാവശ്യം ഞാൻ. അങ്ങനെ പിന്നെ സിംഗിൾ പേഴ്സൺ വരികയാണെങ്കിൽ ഒരു 3 പ്രാവശ്യം കേട്ടോ ചെയ്യുക. പിന്നെ പാവ് പൂജൻ ചെയ്യുന്നവർക്ക് കല്യാണ ചെക്കൻ്റെ ഭാഗമായിട്ട് തേങ്ങയും പിന്നെ ബത്താസ കൊടുക്കും കേട്ടോ. ഈ ചേച്ചി ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഏറ്റവും ചെറിയ സഹോദരിയാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ടോട്ടൽ 3 സഹോദരിമാരാണ് കേട്ടോ. സംഭവം 4 പെൺകുട്ടികളാണ് ഹസ്ബൻഡിൻ്റെ അമ്മ കേട്ടോ. ഇവർ അമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരിയാണ് കേട്ടോ. പിന്നെ ഇവർ ഹസ്ബൻഡിൻ്റെ വല്യച്ഛനും പിന്നെ വല്യച്ഛൻ്റെ വൈഫാണ് കേട്ടോ. റിലേറ്റീവ്സാണ്. ഇവരും ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. ഇവർ ഹസ്ബൻഡിൻ്റെ കുടുംബക്കാരാണ് കേട്ടോ. ബ്രദറാണ് കേട്ടോ. വലിയ ഏട്ടനാണ്. പിന്നെ ഏട്ടൻ്റെ ഭാര്യയാണ്. ഹസ്ബൻഡും വൈഫാണ് കേട്ടോ ഇവർ. ഞങ്ങളുടെ അയൽവാസിയും കൂടിയാണ്. തൊട്ടപ്പുറത്തെ വീടാണ് കേട്ടോ ഇവർക്ക്. ഈ ചേച്ചി അച്ഛൻ്റെ 8ാമത്തെ സഹോദരിയാണ് കേട്ടോ. അച്ഛന് ടോട്ടൽ 8 സഹോദരിമാരാണ്. അതിൽ ഏറ്റവും ചെറിയ സഹോദരിയാണ് ഇവർ കേട്ടോ. 8ാമത്തെ സഹോദരി. സൈഡിലിരിക്കുന്ന അമ്മ ഇവരെ നൗൻ എന്നാട്ടോ പറയാം. നൗന്. എന്നിട്ട് ഇവരാണ് കേട്ടോ കാലിൽ കളറൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യണം കേട്ടോ. അത് നിർബന്ധമാണ് കേട്ടോ. ഇവരില്ലാതെ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പൈസ ഒക്കെ സംഭവം ഒപ്പിക്കുക കേട്ടോ. എല്ലാവരുടെ അടുത്തു നിന്ന് കുറച്ചൊക്കെ പൈസ ഒക്കെ ചോദിക്കുക. ഓരോ ചോദിക്കുന്നത് എമൗണ്ട് നമുക്ക് കൊടുക്കണം കേട്ടോ. നമുക്ക് കൊടുക്കാൻ പറ്റിയ എമൗണ്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കണം കേട്ടോ ഇവർക്ക്. പിന്നെ ഈ ചേച്ചിൻ്റെ ഭാഗമായിട്ട് വെള്ളിയുടെ വളയാണ് കേട്ടോ കല്യാണ ചെക്കന് കൊടുത്തത്. പിന്നെ കല്യാണപ്പെണ്ണിന് പാദസരം കേട്ടോ വെള്ളീൻ്റെ. പിന്നെ ഈ കല്യാണപ്പെണ്ണ് ഇട്ടിരിക്കുന്ന ഹെവി പാദസരം ഇത് കല്യാണ ചെക്കൻ്റെ ഭാഗമായിട്ട് സംഭവം കല്യാണ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന പാദസരമാണ് കേട്ടോ. ഈ ചേച്ചി അച്ഛൻ്റെ സഹോദരിയാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടില്ല ശരിക്കും. അപ്പോൾ ഇനി വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഉള്ള ചടങ്ങുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പാർട്ട് 2-ൽ ബാക്കി ഇതിൻ്റെ സംഭവം സിന്ദൂരയിടലും അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടോ. പാവ പൂജൻ ഇത് ലാസ്റ്റത്തെ പരിപാടിയാണ്. സംഭവം കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ചടങ്ങ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. എന്താ സംഭവം എങ്ങനെ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്ക് എന്തായാലും തരണം കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ ടോട്ടൽ കല്യാണത്തിൻ്റെ വീഡിയോസിൻ്റെ ക്വസ്റ്റ്യന് Q&A ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ Q&Aയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം.